എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് അല്ല, പകരം ഒരു ചെറിയൊരു ദിവസമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. കാരണം എനിക്കാണെങ്കിൽ ഈ ലോങ് വീഡിയോസ് എടുക്കാനുള്ള നാക്ക് അറിയില്ല. കാരണം നമ്മൾ ഈ പണിയെടുക്കുമ്പോഴും അവിടെ കൊണ്ടുപോയിട്ട് ക്യാമറ വയ്ക്കുക, ഇവിടെ കൊണ്ടുപോയിട്ട് ക്യാമറ വയ്ക്കുക. എനിക്ക് കൂടുതലും ഷോർട്സ്, കുക്കിംഗ് വീഡിയോസ് അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ ചോദിച്ചാൽ മൊത്തം ഒരു ദിവസം ഇല്ല. അപ്പോൾ ചെറിയൊരു ദിവസമായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ കാലത്ത് പല്ലേക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഒരു ബോറടി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. കുക്കുവിന് ചോറ് കൊടുത്തു കേട്ടോ കാലത്ത് തന്നെ. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിന്ത്രന്ന് ഈ ഒരു ഡ്രസ്സ് വന്നത്. വെറുതെ വന്നല്ല കേട്ടോ, ഞാൻ ഓർഡർ ചെയ്ത് വന്നതാണ്. ഇതിൻ്റെ നെക്കും വർക്കും അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഞാൻ ഉയരമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഫോട്ടോയിൽ കാണിച്ച പോലെയില്ല. എനിക്കത് ഫുൾ ലെങ്ത്തും കഴിഞ്ഞിട്ട് നല്ല ലെങ്ത് ആയിരുന്നു. പിന്നെ അത് വെട്ടി ചെറുതാക്കാൻ നിന്ന് ഇരട്ടിപ്പണിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് റിട്ടേൺ അടിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നേരത്തെ എടുത്ത ചോറ് കുക്ക് മുഴുവനായിട്ടും ഉണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ചിലപ്പോൾ കോഴിമുട്ട പൊരിച്ചാലും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ, വയറ് നിറച്ച് ഫുഡ് കഴിക്കും. ഇഷ്ടപ്പെടാത്ത കറികളാണെങ്കിൽ ഒരു ഉരുളുണ്ടിട്ട് കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡബിൾ ഓംലേറ്റ് പൊരിച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കാം. കുക്കുവിന് സാധാരണ സിംഗിളാണ് പൊരിക്കാറുള്ളൂ. എന്തോ ഭാഗ്യത്തിനാണ് ഡബിൾ ഓംലേറ്റ് ആക്കാൻ തോന്നിയത്. മറിച്ചിട്ടപ്പോൾ ചീറ്റിപ്പോയി. എന്തായാലും തിന്നുമ്പോൾ പൊട്ടിച്ചിട്ടല്ലേ തിന്നുക. കാരണം ഭാഗ്യം എന്ന് പറയാൻ കാരണം കുക്കുവിൻ്റെ അച്ഛൻ്റെ ഇടയ്ക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളത്തെ ഡ്യൂട്ടി നോക്കാമെന്ന് വിചാരിച്ചു. കുക്കുവിന് അച്ഛൻ ചോറ് കൊടുത്തോളും, അതായത് കുക്കുവിൻ്റെ അച്ഛൻ ചോറ് കൊടുത്തോളും. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലത്തെ ഒരു പൂരമുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഏരിയത്തെന്ന് പറയുമ്പോൾ അടുത്തുള്ളൊരു അമ്പലത്തിലെ പൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. പൂരമായാലും ഉത്സവമായാലും ഞങ്ങളുടെ വീട്ടിൽ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടാവാറില്ല, റിലേറ്റീവ്സ് ഒന്നും വരാറില്ല. അതുപോലെ തന്നെ അമ്മയും അച്ഛനും ലീവ് എടുക്കാറില്ല, അവർ രണ്ടാളും പണിക്ക് പോകാറുണ്ട്. ഇവിടെ ഓണം വന്നാലും വിഷു വന്നാലും സംക്രാന്തി വന്നാലും ഒക്കെ ഇതേ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പും മുളകും എല്ലാം തിരുമ്പിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കുക്കുവിന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ കുക്കുവിന് ചോറ് കൊടുക്കാതെ കുക്കുവിൻ്റെ കോഴിമുട്ടയൊക്കെ അടിച്ച് മാറ്റിയിട്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഇരുന്ന് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ചമ്മലാണ് ഇപ്പോൾ കണ്ടത്. അതിനിടയ്ക്ക് ഞാനും പോയി ഒരു ഉരുളുണ്ട്. നല്ല സാമ്പാറും പപ്പടും കോഴിമുട്ട പൊരിച്ചതൊക്കെ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞത് നമ്മുടെ ആ ഒരു ചോപ്പർ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്ന് നോക്കട്ടെ, ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഭയങ്കര യൂസ്ഫുള്ളായ കാരണം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളിയായിട്ടാണ്. കാരണം അടിപൊളി എന്ന് പറയാൻ കാരണം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല, യൂട്യൂബ് നോക്കും ഉണ്ടാക്കും. ഇപ്രാവശ്യം ഞാൻ കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ് തോന്നുന്നു ഉണ്ടാക്കിയത്. പക്ഷേ സംഭവം ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അടിപൊളിയായിരുന്ന ഐറ്റം. അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ അടുത്തൊരു കമ്പനിയിലാണ് അമ്മ വർക്ക് ചെയ്യുന്നത്, ഇൻ്റർലോക്കിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് അമ്മ വരണേക്ക് മുന്നേ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. കറക്റ്റ് അമ്മ വരണേക്ക് 5 മിനിറ്റ് മുന്നേ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട്, ഓരോ തവണ യൂട്യൂബ് നോക്കണം ഉണ്ടാക്കുന്ന ചിക്കൻ കറികളും ആ തവണ വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ തവണ ആകുമ്പോഴേക്കും ഞാൻ മറക്കും. പിന്നെയും യൂട്യൂബ് നോക്കി വീഡിയോ കണ്ടിട്ട് വേണം വെക്കാനായിട്ട്. അതിപ്പോൾ ചിക്കൻ കറി തന്നെ ആവണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ എന്ത് ഫുഡ് ഐറ്റംസ് 2 or 3 തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ബാജിക്കറി ആണെങ്കിൽ പോലും എന്താ പറയുക, ഞാൻ മറന്നിട്ടുണ്ടാവും. പിന്നെയും ഞാൻ യൂട്യൂബ് നോക്കി ഒന്നും കൂടി ഒന്ന് ഓർത്തെടുത്തിട്ട് വേണം എനിക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അടുത്തൊരു പൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ അടിച്ചു. ഒരു 5:30 ആ ഒരു നേരത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടനുസരിച്ചിട്ട് ആ ഒരു ടൈമിലും ചൂടൊന്നും മാറില്ല. പണ്ടൊക്കെ 2 മണിയുടെ പൂരത്തിന് പോകാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പറ്റില്ല കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ണൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്താണ് ഫെബ്രുവരി 7 എൻ്റെ പിറന്നാളെങ്കിലും ഇപ്രാവശ്യം നാളെ വന്ന് ഫെബ്രുവരി 11 ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കണ്ണന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഷർട്ടും പാൻറ്റും വാങ്ങി വെച്ചിട്ടായിരുന്നു. പെട്ടെന്ന് കണ്ണൻ ഈ ഒരു ഡ്രസ്സ് എനിക്ക് സർപ്രൈസ് ആയിട്ട് എടുത്തു തന്നപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒളിപ്പിച്ച് വയ്ക്കാൻ അറിയാത്തതുകൊണ്ട് അപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള സംഭവം ഫെബ്രുവരി 14 ആവണേക്ക് മുന്നേ തന്നെ ഞാൻ കണ്ണൻ എടുത്തു കൊടുത്തു. എന്തോ ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയണത് എന്ത് ചെയ്യാം, അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടാളും എടുത്ത ഡ്രസ്സിൻ്റെ കളർ ഏകദേശം സെയിം ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. എന്തോ ഒരു ഇത് അത്രേ ഉള്ളൂ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പൂരത്തിനൊക്കെ പോയി അടിച്ച് പൊളിച്ചു. ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്, ലോങ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. ടാറ്റാ.